അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 8-ാമത്തെ അധ്യായം 37-ാമത്തെ ശ്ലോകം മുതൽ സമർപ്പണ ശ്ലോകമായ 47-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്ത് ഭഗവതി വാദങ്ങളിൽ സമർപ്പിക്കുന്നത്. പ്രഥമം മനസശുദ്ധി കർത്തവ്യാ ശുഭമിച്ഛത. ശുദ്ധേ മനസി ദ്രവ്യസ്യ ശുദ്ധിർഭവതി നാന്യഥാ. തഥൈവാചാരശുദ്ധി സ്യാൽസ്തതസ്തീർത്ഥം പ്രസിദ്ധ്യതി. അന്യഥാ തു കൃതം സർവം വ്യർത്ഥം ഭവതി തൽക്ഷണാൽ. ഹീനവർണ്ണസ്യ സംസർഗം തീർത്ഥേ ഗത്വാ സദാ ത്യജേൽ. ഭൂതാനുകമ്പനം ചൈവ കർത്തവ്യം കർമ്മണാധിയാ. യദി പൃച്ഛസി രാജേന്ദ്ര തീർത്ഥം വക്ഷ്യാമ്യനുത്തമം. പ്രഥമം നൈമിഷം പുണ്യം ചക്രതീർത്ഥം ച പുഷ്കരം. അന്യേഷാം ചൈവ തീർത്ഥാനാം സംഖ്യാ നാസ്തി മഹീതലേ. പാവനാനി ച സ്ഥാനാനി ബഹൂനി നൃപസത്തമാ. വ്യാസ ഉവാച തച്ഛ്രുത്വാ വചനം രാജാ നൈമിഷം ഗന്തുമുദ്യത. നോദയാമാസ ദൈത്യാൻ വൈ ഹർഷനിർഭരമാനസ. പ്രഹ്ലാദ ഉവാച ഉത്തിഷ്ഠന്തു മഹാഭാഗാ ഗമിഷ്യാമോദ്യ നൈമിഷം ദ്രക്ഷ്യാമ
പുണ്ഡരീകാക്ഷം പീതവാസസമച്യുതം. വ്യാസ ഉവാച ഇത്യുക്ത്വാ വിഷ്ണുഭക്തേന സർവേ തേ ദാനവാസ്തദാ തേനൈവ സഹ പാതാളാൻ നിര്യയു പരയാമുദാ തേ സമേത്യ ച ദൈതേയ ദാനവാശ്ച മഹാബലാ നൈമിഷാരണ്യമാസാദ്യ സ്നാനം ചക്രുർമുദാന്വിതാ പ്രഹ്ലാദസ്തത്ര തീർത്ഥേഷു ചരൻ ദൈത്യൈ സമന്വിതാ. സരസ്വതിം മഹാപുണ്യാം ദദർശ വിമലോദകാം തീർത്ഥേ തത്ര നൃപശ്രേഷ്ഠ പ്രഹ്ലാദസ്യ മഹാത്മനാ. മനഃപ്രസന്നം സഞ്ജാതം സ്നാത്വാ സാരസ്വതേ ജലേ വിധിവത് തത്ര ദൈത്യേന്ദ്ര സ്നാനദാനാധികം ശുഭേ. ചകാരാപി പ്രസന്നാത്മാ തീർത്ഥേ പരമപാവനേ. ഇത് ശ്രീമദ്ദേവി ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഷ്ടമോധ്യായ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 8-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ ശ്ലോകം മുതൽ 47 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തി ആദരപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശുദ്ധി വേണേൽ ആദ്യം മനഃശുദ്ധി വേണം. മനസ്സിനെ ശുദ്ധമാക്കൂ, ദ്രവ്യശുദ്ധി വന്നിടും നൂനം. ആചാരവും ശുദ്ധമാകും, തീർത്ഥാടന ഫലം കിട്ടും. അതില്ലെങ്കിൽ സർവം വ്യർത്ഥം എന്നുമറിയൂ. തീർത്ഥസ്നാനം ചെയ്യുന്നവൻ തീർച്ചയായും ശ്രദ്ധിക്കണം. നീചന്മാരുമായി സംഘം ഉപേക്ഷിക്കണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ബുദ്ധിയാലും കർമ്മത്താലും ജീവികളിൽ ദയ വേണം. ഉത്തമമാം തീർത്ഥങ്ങളെ പറഞ്ഞിടാം ഞാൻ. ആദ്യത്തേതു നൈമീഷം താൻ, ചക്രതീർത്ഥം പുഷ്കരവും. അവനിയിൽ അനവധി തീർത്ഥങ്ങളുണ്ട്. അവനിയിൽ പുണ്യസ്ഥലം ഒട്ടനേകമുണ്ട് രാജൻ. വ്യാസൻ പറഞ്ഞു, അതു കേട്ടു നൈമിഷത്തിൽ പോകാൻ മോഹിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സന്തുഷ്ടനായി ദൈത്യന്മാരെ അതിനായി പ്രേരിപ്പിച്ചു. പ്രഹ്ലാദൻ പറഞ്ഞു,
ഇപ്പോൾ തന്നെ നൈമിഷത്തിലേക്കു പോയിടാം. പീതാംബരൻ അച്യുതനാം പുണ്ടരികാക്ഷനെ കാണാം. വ്യാസൻ പറഞ്ഞു, വിഷ്ണു ഭക്തൻ പ്രഹ്ലാദന്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടരായി ദാനവരും പ്രഹ്ലാദനുമൊത്തു ചേർന്ന് പാതാളത്തിൽ നിന്നിറങ്ങി നൈമിഷം തേടി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നൈമിഷത്തിലെത്തി മുങ്ങി പ്രഹ്ലാദനും ദാനവരും അവിടുത്തെ തീർത്ഥസ്ഥാനം കണ്ടു നടന്നു. തെളിഞ്ഞതാം പുണ്യമേറും സരസ്വതിയെയും കണ്ടു. തീർത്ഥത്താലെ ദൈത്യരാജനാം പ്രഹ്ലാദന്റെ മനസ്സു പ്രസന്നമായി. സരസ്വതി സ്നാനം പിന്നെ വിവിധമാം ദാനങ്ങളും പ്രഹ്ലാദൻ ചെയ്തു. വിവിധമാം ദാനങ്ങളും പ്രഹ്ലാദൻ ചെയ്തു. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം. ലക്ഷ്മി ശരണം. ഭദ്രേ ശരണം. വാണി ശരണം. കാളി ശരണം. ഭദ്രകാളി ശരണം. ശ്രീ ജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവീ നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ഞാനംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ഞാനംബികേ. വീഴുന്നു ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 351 ദിവസം. ഇന്ന് ഒരല്പം വൈകിയാണ് ഇത് ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നത്. സപ്താഹയജ്ഞത്തിൻ്റെ തിരക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ണാർക്കാടിനടുത്ത് കാരാക്കുറിശി കണ്ണാകുറിശി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇന്ന് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. ഇന്ന് മാഹാത്മ്യ പ്രഭാഷണത്തിന് ശേഷമാണ് ഈ ഭാഗം റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് ഒരല്പം വൈകി. ഏതായാലും 8-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ
ശ്ലോകം മുതൽ 47 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തതും പ്രഭാഷണ രൂപത്തിൽ ഇപ്പതാ അനുസ്മരിക്കുന്നതും. ഇവിടെ പറഞ്ഞു, കോടി തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്താലും ഭാവശുദ്ധിയില്ലാത്തവന് ശുദ്ധി ലഭിക്കുകയില്ല എന്ന് പറഞ്ഞാണ് ഇന്നലെ നമ്മൾ നിർത്തിയത്. അതുകൊണ്ട് ശുദ്ധി ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യമായിട്ട് എന്ത് വേണം? പ്രഥമം മനസ്സശുദ്ധി, മനസ്സിന് ശുദ്ധി ഉണ്ടാവും. മനസ്സ് ശുദ്ധമായി തീർന്നാൽ ശുദ്ധേ മനസ്സി ദ്രവ്യസ്യ ശുദ്ധിർഭവതി നാന്യഥ. അപ്പോ മനസ്സിന് ശുദ്ധി വന്നു കഴിഞ്ഞാൽ ദ്രവ്യശുദ്ധിയും ഉണ്ടായിക്കൊള്ളും, ഇല്ലാതെ വരില്ല എന്നാണ്. അത് അങ്ങനെ സംഭവിക്കുള്ളൂ. തഥൈവ ആചാരശുദ്ധി സ്യാൽ തതസ്തീർത്ഥം പ്രസിദ്ധ്യതി. അതുപോലെ ആചാരം ശുദ്ധമായിട്ട് തീരും, തീർത്ഥാടനത്തിന്റെ ഫലം ലഭിക്കും. അതില്ലാതെ ചെയ്യുന്നതൊക്കെ അന്യഥാതു കൃതം സർവം വ്യർത്ഥം ഭവതി തൽക്ഷണാൽ ഹീനവർണ്ണസ്യ സംസർഗം തീർത്ഥേ ഗത്വാ സദാ ത്യജേൽനാണ്. തീർത്ഥസ്നാനം ചെയ്യുന്ന ആളുകൾ നീചന്മാരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം, യാതൊരു സംശയവുമില്ല. സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം അത് നമ്മളെ ശുദ്ധീകരിക്കും. ഭൂതാനുകമ്പനം ചെയ്യുക കർത്തവ്യം കർമ്മണാ ധിയ. ബുദ്ധി കൊണ്ടും കർമ്മം കൊണ്ടും അല്ലേ ഒക്കെ നമ്മുടെ കർത്തവ്യം എന്താ? ജീവജാലങ്ങളോട് അനുകമ്പ കാണിക്കണം, സകല ആളുകളോടും ദയയുള്ളവരായിട്ട് തീരണം. ഇനി യതി പൃച്ഛസി രാജേന്ദ്ര, അങ്ങ് ചോദിച്ചത് കൊണ്ട് തീർത്ഥം വക്ഷാമ്യനുത്തമം, ഏറ്റവും ഉത്തമമായ തീർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. പക്ഷേ ഏത് തീർത്ഥമാണെങ്കിലും മനസ്സ് ശുദ്ധമാവലാണ് പരമപ്രധാനമായിട്ടുള്ളത്. അങ്ങനെയുള്ള തീർത്ഥങ്ങളിൽ പ്രഥമസ്ഥാനമാർക്ക? പ്രഥമം നൈമിഷം പുണ്യം. ആദ്യത്തെ പുണ്യതീർത്ഥം എന്ന് പറയുന്നത് നൈമിഷം. ചക്രതീർത്ഥം ച പുഷ്കരം, പിന്നെ ചക്രതീർത്ഥം, പുഷ്കരം, ഇതൊക്കെയാണ് തീർത്ഥങ്ങളിൽ പ്രധാനപ്പെട്ടത്. അന്യേഷാം ചൈവ തീർത്ഥാനാം സംഖ്യാനാസ്തി മഹീതലെ. ഭൂമിയിലുള്ള തീർത്ഥങ്ങളുടെ എണ്ണം അത് ആ ഭൂമിയിലെ മറ്റ് തീർത്ഥങ്ങൾക്ക് ഒരു കയ്യും കണക്കൂല്ല എന്ന് പറയില്ലേ, അതൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. പാവനാനി ച സ്ഥാനാനി ബഹൂനി നൃപസത്തമ. അതേപോലെ ഈ തീർത്ഥങ്ങൾ പോലെ പുണ്യം നിറഞ്ഞ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. വ്യാസം പറയുകയാണ്, തച്ചുത്വാ വചനം രാജ നൈമിഷം ഗദ്ദുമുദ്യത. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ എങ്കിൽ നൈമിഷത്തിലേക്ക്, പ്രഥമ പുണ്യതീർത്ഥം നൈമിഷാണെന്ന് പറഞ്ഞല്ലോ, എങ്കിൽ നൈമിഷത്തിലേക്ക് പോവാൻ തീരുമാനിച്ചു. നോദയാമാസ ദൈത്യാൻവി ഹർഷനിർഭരമാനസ. തൻ്റെ ഒപ്പമുള്ള ആ ദൈത്യന്മാരെ സന്തോഷം നിറഞ്ഞ മനസ്സോടുകൂടി അതിനുവേണ്ടി ഉത്സാഹിപ്പിച്ചു. നമുക്കെല്ലാവർക്കും നൈമിഷത്തിലേക്ക് ഒരു തീർത്ഥയാത്ര പോവുക എന്ന് പറയുന്നു. പ്രഹ്ലാദൻ എന്താ പറഞ്ഞത്? ഉത്തിഷ്ഠന്തു മഹാഭാഗ, ഹേ മഹാഭാഗന്മാരെ നിങ്ങൾ എഴുന്നേൽക്കൂ. ഗമിഷ്യാമോദ്യ നൈമിഷം, ഇപ്പൊ തന്നെ നമുക്ക് നൈമിഷത്തിലേക്ക് പോവാം. അവിടെ പോയിട്ടോ ദ്രക്ഷ്യാമ, ആരെ കാണാന്നാ പറയണത്? പുണ്ടരീകാക്ഷം പീതവാസസമച്യുതം. ആ മഞ്ഞപ്പട്ടുടുത്ത അച്യുതനായിരിക്കുന്ന പുണ്ടരീകാക്ഷനെ, ആ താമരക്കണ്ണനെ നമുക്ക് കാണുകയും ചെയ്യാം. വ്യാസം പറയുകയാണ്, ഇത്യുക്ത്വാ വിഷ്ണുഭക്തേന സർവേ തേ ദാനവാസ്തദാ. ഇങ്ങനെ വിഷ്ണുഭക്തനായിരിക്കുന്ന പ്രഹ്ലാദൻ പറഞ്ഞത് കേട്ടപ്പോ സർവേ തേ ദാനവാഹ, എല്ലാ ദാനവന്മാരും ഉടനെ തന്നെ തേനൈവ സഹ പാതാളാൻ നിര്യയു പരയാമുദ, എല്ലാവരും അത്യധികം സന്തോഷത്തോടു കൂടി അസുരന്മാർ താമസിക്കുന്ന ആ പാതാളത്തിൽ നിന്ന് പ്രഹ്ലാദനോടുകൂടി പുറപ്പെട്ടു. തേ സമേത്യ ച ദൈതേയ ദാനവാശ്ച മഹാബലാഹ, മഹാബലശാലികളായിരിക്കുന്ന ദാനവന്മാരും അതേപോലെ ദൈതേയന്മാരും അല്ലെങ്കിൽ ദൈത്യന്മാരും. ദിതിയുടെ മക്കളാണ് ദൈത്യന്മാര് അല്ലെങ്കിൽ ദൈതേയന്മാര്. അതല്ല, ധനുവിന്റെ മക്കളെയാണ് നമ്മൾ ദാനവന്മാര് എന്ന് വിളിക്കുക. അവരെല്ലാവരും ഒത്തുചേർന്ന് നൈമിഷാരണ്യമാസാദ്യ സ്നാനം ചക്രുർ മുദാന്വിത, വളരെ സന്തോഷത്തോടുകൂടി നൈമിഷാരണ്യത്തിൽ എത്തിച്ചേർന്നു എന്ന് മാത്രമല്ല, സന്തോഷത്തോടുകൂടി അവര് അതിൽ മുങ്ങുകയും ചെയ്തു, സ്നാനം ചെയ്തു. എന്നിട്ടോ പ്രഹ്ലാദസ്തത്ര തീർത്ഥേഷു
ചരൺ ദൈത്യൈ സമന്വിത. അതിനുശേഷം പ്രഹ്ലാദൻ ദൈത്യന്മാരോടുകൂടി അവിടെയുള്ള തീർത്ഥസ്നാനങ്ങളിലെല്ലാം സന്ദർശിച്ചു. ഇവിടെയൊക്കെ പോയി എന്നാണ്. സരസ്വതിം മഹാപുണ്യാം ദദർശ വിമലോദകാം. വിമലമായ ഉദകം എന്ന് വെച്ചാൽ ജലം. അപ്പോൾ ഏറ്റവും നിർമ്മലമായ ജലത്തോടു കൂടിയ പുണ്യം നിറഞ്ഞ ആ സരസ്വതി നദിയെ ദദർശ കണ്ടു. പിന്നെയോ തീർത്ഥേ തത്ര നൃപശ്രേഷ്ഠ പ്രഹ്ലാദസ്യ മഹാത്മന. ആ തീർത്ഥദർശനം കൊണ്ട് മഹാത്മാവായ പ്രഹ്ലാദന്റെ മനഃപ്രസന്നം സഞ്ജാതം, മനസ്സ് പ്രസന്നമായി തീർന്നു. സ്നാത്വാ സാരസ്വതേ ജലെ. ആ സാരസ്വത തീർത്ഥത്തിൽ, സരസ്വതീ തീർത്ഥത്തിൽ സ്നാനം ചെയ്തിട്ട് വിധിവത്തത്ര ദൈത്യേന്ദ്ര സ്നാനദാനാധികം ശുഭേ. പിന്നെയോ ശുഭവും അതേപോലെ തന്നെ പരിപാവനവുമായിരിക്കുന്ന തീർത്ഥപ്രദേശത്ത് വെച്ച് ചകാരാപി പ്രസന്നാത്മാ തീർത്ഥേ പരമപാവനെ. എന്തു ചെയ്തു? സ്നാനദാനാധികം. ആ സ്നാനവും ദാനവും അതൊക്കെ വേണ്ടതുപോലെ ചെയ്തു. കുളി കഴിഞ്ഞു വന്നിട്ട് നിരവധി ആളുകൾക്ക് വേണ്ടതുപോലെ ദാനങ്ങളൊക്കെ നടത്തി പ്രഹ്ലാദൻ എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആ ഭാഗത്തോടു കൂടിയാണ് ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായം പൂർത്തിയാവുന്നത്. നമ്മളും ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതോടുകൂടി 2-ാമത്തെ ദിവസത്തെ പാരായണം പൂർത്തിയാവുകയാണ്. ശ്രീമദ് ദേവി ഭാഗവതം നവാഹമായിട്ട് നമ്മൾ അനുസ്മരിക്കുമ്പോൾ അതിന് പാരായണത്തിന് ഇന്ന വിധികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3-ാമത്തെ ദിവസത്തെ പാരായണമാണ് നമ്മൾ നാളെ ആരംഭിക്കുക. 4-ാമത്തെ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായം മുതൽ 5-ാമത്തെ സ്കന്ധത്തിൽ 18-ാമത്തെ അധ്യായം ഉൾപ്പെടെ 35 അധ്യായങ്ങളാണ് ഇതിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുക. ആ രംഗങ്ങളെ വേണ്ടതുപോലെ അനുസ്മരിക്കാൻ ആ ഭഗവതി തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.